അപ്പോൾ ഇന്ന് നമ്മുടെ സിഡ്നി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പോൾ ഒരു ഏകദേശം 9 മണിയായിട്ടുണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻസൊക്കെ കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വെതറൊക്കെ ഇപ്പോൾ നല്ലതാണ്, ഇനി കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് 2 സ്ഥലങ്ങളിലാണ് കേട്ടോ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ബ്ലൂ മൗണ്ടെയിനിലുള്ള സീനിക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ്. അവിടെ കുറേ റൈഡുകളും കാണാൻ മാത്രമുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അറിഞ്ഞത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതിനുശേഷം നമ്മൾ പോകുന്നത് ടൊറാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂയിലോട്ടാണ്, ഒരു മൃഗശാലയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ആ പോകുന്ന വഴിക്ക് വെച്ച് നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങിയതാട്ടോ. അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് മാപ്പിട്ട് ഇതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം എത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ബ്ലൂ മൗണ്ടെയിനിലുള്ള സിനിക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് കേട്ടോ. ഒരു സ്ഥലമല്ല, അവിടെ കുറേ റൈഡ്സുകളൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും ചെല്ലുന്ന അവിടെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഡൈനോസർ നിൽപ്പുണ്ടായിരുന്നു. ഫിയ ബേബി എന്തായാലും അത് കണ്ട് പേടിച്ച് അപ്പം തന്നെ അവൾ സീൻ കൊള്ളത്തില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. പിന്നെ അവിടെ എല്ലാം അവളെ സംബന്ധിച്ച് ഭീകരമായ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ ചെന്നപ്പം മുതൽ. പുറകിലുള്ള ആ ഒരു ജീവിന്റെ മുഖവും പല്ലും ഒന്നും അവൾ കണ്ടില്ലായിരുന്നു ആദ്യം ഞങ്ങൾ ആ എക്കിനകത്ത് ഇരുത്തിയപ്പം. പക്ഷെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ചാണ് കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ പേടിച്ചു പോയി. അത് ഒറിജിനലാണെന്നോ അങ്ങാണ്ട് ചിന്തിച്ചിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അവൾ പേടിച്ച് കയറിയായിരുന്നു. അവൾ തുടക്കം മുതൽ തന്നെ അവൾ മൂഡ് ഓഫ് ആയി. കാരണം എല്ലാം എങ്ങോട്ട് തിരിഞ്ഞാലും പേടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പം പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടോയ്സൊക്കെ കണ്ടപ്പോൾ പിന്നെ കുറച്ച് ഒരു മൂഡൊക്കെ മാറി വന്നു കേട്ടോ. ഇതിനകത്ത് കയറിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വിശാലമായ ഒരു ഹാളാണ് കേട്ടോ. ഒരു ഹാളല്ല, 2-3 ഫ്ലോറിലായിട്ടാണ് ഇവരിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇച്ചിരി കൺഫ്യൂഷനാണ് കയറി ചെല്ലുമ്പോൾ തന്നെ. ഒരുപാട് സാധനങ്ങളൊക്കെ അവരവിടെ വിൽക്കാനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പം ഓൾറെഡി ഇവിടെ വന്നത് പ്രീ ബുക്ക് ചെയ്ത ടിക്കറ്റും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നതിന് ശേഷം ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. ഓൾറെഡി ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ ബുക്ക് ചെയ്തത് അവരെ മൊബൈലിൽ കാണിച്ചു കൊടുത്ത് ഞങ്ങളുടെ എല്ലാം കയ്യിൽ അവരൊരു ബാർകോഡുള്ള ഒരു ബാൻഡൊക്കെ കെട്ടി തന്നിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങളെ വിട്ടത് അതിൻ്റെ പുറത്തോട്ട്. കാരണം ഇവിടുന്ന് തന്നെയാണ് 3 റൈഡുകളിൽ നമുക്ക് കയറാൻ പറ്റുന്നത്. ഇവിടെ മെയിനായിട്ട് 3 റൈഡുകളാണ് കേട്ടോ ഉള്ളത്. ഒന്നാമത്തതിൻ്റെ പേരെന്ന് പറയുന്നത് സിനിക് സ്കൈവേ എന്നാണ്. പിന്നെ രണ്ടാമത്തത് സിനിക് കേബിൾ വേ, പിന്നെ മൂന്നാമത് വരുന്നത് സിനിക് റെയിൽവേ. അങ്ങനെ 3 റൈഡ്സുകളാണ് ഇവിടെ ടോട്ടലായിട്ടുള്ളത്. ഇതുകൂടാതെ സിനിക് വാക്ക് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ സീനിക് സ്കൈവേ എന്ന് പറയുന്നത്. അതായത് ഒരു കേബിൾ കാറിൻ്റെ ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പ്. ഇങ്ങനെ ഈ ഒരു കേബിളിൽ കൂടെ ഒരു എത്ര പേര് ഇതിനകത്ത് 10-60 പേര് എന്തായാലും അതിനകത്ത് കൊള്ളുമായിരിക്കും. അങ്ങനെ അത്രയും ആളുകളെയും കൊണ്ട് ഇങ്ങനെ ഒരു 200-300 മീറ്ററോളം ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. നമ്മൾ ആ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല സീനുകളാണ്. 2 സൈഡിലും ഉയർന്നു നിൽക്കുന്ന മൗണ്ടെയിൻസുകളും അതുപോലെ തന്നെ വാട്ടർഫോൾസുകളും ഒക്കെ കാണാൻ പറ്റും. അടിപൊളി ഒരു വ്യൂ ആണ് അതിനകത്ത് കാണുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഫ്ലോറ്, ഇതിൻ്റെ ഹാഫോളം വരുന്ന ഫ്ലോറ് ഗ്ലാസ് ഫ്ലോറുകളാണ്. അപ്പോൾ അതും കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. എന്നാലും വലിയ പേടിപ്പെടുത്തുന്ന തരത്തിലൊന്നുമില്ല. ഒരു അഡൽട്ടിനെ സംബന്ധിച്ച്. പിള്ളേർക്കൊക്കെ കുറച്ചും കൂടി എൻജോയബിൾ ആയിരിക്കും ഇത്. ഈ ഒരു റൈഡിൽ മാത്രമാണ് ഫിയ ബേബി വലിയ കുഴപ്പമില്ലാതിരുന്നത് കേട്ടോ. ബാക്കിയുള്ള 2 റൈഡിലും അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അവൾ ഒത്തിരി പേടിച്ചു പോയി. എന്നാലും ഈ ഗ്ലാസ് ഫ്ലോറിൽ ഞങ്ങളൊന്ന് അവളെ നിർത്താൻ ശ്രമിച്ചു. പക്ഷേ അവൾ പേടിച്ചിട്ട് നിന്നില്ല കേട്ടോ. അപകടം വരുന്ന കാര്യങ്ങളെല്ലാം അവൾ അവോയ്ഡ് ചെയ്ത് നിൽക്കാറുണ്ട് പൊതുവേ. എന്തായാലും അവളിതിൽ പേടിച്ചിട്ട് നിന്നേയില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു നൈസ് വ്യൂ ആയിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. അടുത്തത്
അടുത്തതായിട്ട് ഞങ്ങൾ കയറിയത് സിനിക് കേബിൾ വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിലായിരുന്നു കേട്ടോ. ഈ പറഞ്ഞതുപോലെ വലിയ ഭീകരതയൊന്നും ഇല്ലെങ്കിലും ഇപ്പം നമ്മൾ പോയതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിപ്പോൾ പോയത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു ആ സംഭവം. നമുക്കിപ്പോൾ പിടിക്കാതെ വേണമെങ്കിലും നിൽക്കാതെ മൂവ് ചെയ്യുമ്പം. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ച് ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. നമ്മൾ പിടിച്ച് വേണം ഇതിൽ നിൽക്കാൻ. ഇതിൽ പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ആണ് കേട്ടോ. അടുത്തത് വരുന്നത് സിനിക് റെയിൽവേ. ഇതായിരുന്നു ഈ 3 റൈഡുകളിലും ഏറ്റവും അടിപൊളി. ഭയങ്കര അഡ്വഞ്ചറായിട്ടും അടിപൊളിയായിരുന്നു. കുറച്ച് നമ്മളെ പേടിപ്പെടുത്തുന്ന, ഒരു അഡൽറ്റിനെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു റൈഡായിരുന്നു കേട്ടോ ഇതിലാണ് ഞങ്ങൾ ഏറ്റവും എക്സൈറ്റ്മെൻറ്റോട് കൂടെ കയറിയത്. ഭയങ്കര എന്താ പറയുക, ഫ്ലോപ്പായിട്ട്, അതായത് കുത്തനെയുള്ള ഒരു ട്രെയിൻ യാത്രയാണ് കേട്ടോ ഇതിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെങ്കിലും ഫിയ ബേബി ആകെ പേടിച്ച് വിഷമിച്ചു കേട്ടോ. അവളെ കൊണ്ട് കയറണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം അവൾ ഒത്തിരി പേടിച്ചു. ഞങ്ങളവളെ മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. എന്നാലും അവൾക്ക് ഭയങ്കര പേടിയായി പോയി കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ 3 എണ്ണത്തിലും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഫിയ ഒത്തിരി ചെറുതായതുകൊണ്ടാണ് അവൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഈ ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഒത്തിരി എന്താ പറയുക, ടണൽ ഗുഹേൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്ന പോലെ. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇരുട്ടായിരുന്നു ഇതിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. നല്ല കുത്തനെ പോകുന്നതാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് പിടിച്ചിരിക്കണം. മൊബൈലും കൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിലിരുന്നുകൊണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു ഈ 3ാമത്തെ ട്രെയിൻ യാത്ര. അപ്പം 3 റൈഡ്സുകളിലൊക്കെ കയറി കഴിഞ്ഞ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിക് വാക്ക് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അതിൻ്റെ 4ാമത്തെ ഒരു കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇവർ നല്ല ഭംഗിയായിട്ട് ഒരു വാക്ക് വേ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൂടെ വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡിലും അടിപൊളി സീനുകളാണ് കാണാനുള്ളത്. ഫുൾ ഓഫ് സീൻസാണ് ഇവിടെ. എന്താ പറയുക, അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, നല്ല ഒരു വെതറും ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ചൂടോ ഒത്തിരി തണുപ്പോ ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഇപ്പോഴും ഫിയ ബേബിൻ്റെ കരച്ചിൽ മാറിയിട്ടില്ല കേട്ടോ. ഫിയ ബേബി ആകെ സങ്കടപ്പെട്ടാണ് ഈ ഒരു സംഭവത്തിൽ. ഈ ഒരു സ്ഥലത്ത് വന്ന് ഫുൾ അവൾ അൺഹാപ്പി ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവളെ ഞങ്ങൾ നടത്തിക്കുകയും കുറച്ച് ദൂരം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയും അവിടെ ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അവൾ ഹാപ്പി ആയി കേട്ടോ. അവളുടെ ആ സങ്കടവും കാര്യങ്ങളൊക്കെ മാറി. പിന്നെ ഇവൾക്ക് ഈ സ്ഥലം, ഈ വാക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അവൾ കുറേ ഫോട്ടോസിനൊക്കെ പോസ് ചെയ്ത് മൂടൊക്കെ മാറി ആകെ മിടുക്കിയായി കേട്ടോ. എന്തായാലും പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ ഞങ്ങൾ മറന്നില്ല കേട്ടോ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ടറോങ്കോ സൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൃഗശാലയിലോട്ടായിരുന്നു കേട്ടോ. ഗൂഗിളിലൊക്കെ കണ്ട് സെർച്ച് ചെയ്തപ്പം ഒത്തിരി എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് കേട്ടോ ഈ ഒരു സൂയിലോട്ട് നമ്മൾ പോയത്. പക്ഷേ എക്സ്പെക്റ്റേഷൻ അത് മീറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ എൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര അങ്ങ് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എന്നാലും ഇവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതും അറേഞ്ച് ചെയ്തിരിക്കുന്നതും അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമായിരുന്നു. ഒത്തിരി വിസ്തൃതിയുള്ള സ്ഥലത്താണ് ഇവർ ഈ സൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന രീതിയും നല്ല വൃത്തിക്ക് ഓരോന്നിനും ഓരോ കൂടും കാര്യങ്ങളും എന്താ പറയുക, മതിലുകളും എല്ലാം അടിപൊളിയായിട്ടാണ് ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ജീവികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ ഒന്ന് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ജീവികൾ അധികം ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ. ആകെ കൂടെ എനിക്ക് തോന്നിയത് ഒരു ജിറാഫിനെയാണ് എനിക്ക് ഇതിനകത്ത് ഒത്തിരി ഒരു ഇഷ്ടമായിട്ട് തോന്നിയത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിറാഫ് കയറി കിടക്കുന്നൊക്കെ സ്ഥലമാണ് കേട്ടോ. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതായിരുന്നു. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കങ്കരു ആയിരുന്നു. കങ്കരു കൂടാതെ കോല എന്ന് പറഞ്ഞിട്ടൊരു ജീവി, എപ്പോഴും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവി, അതായിരുന്നു കൂടുതലും ഇവിടെ ഉണ്ടായിരുന്നത്. അതൊന്നും അത്ര അങ്ങ് എക്സൈറ്റ് ചെയ്യിപ്പിച്ചില്ല എന്നെ. എനിക്ക് ഒന്നാമത് സൂ അത്ര അങ്ങ് താല്പര്യമുള്ള ഒരാളല്ല, അതുകൊണ്ട് കൂടിയായിരിക്കും. പിന്നെ കുറേ പാമ്പുകളും അതുപോലെ ഇവർ പലതരത്തിലുള്ള ഫ്രോഗ്, ലിസാർഡ്സ്, അങ്ങനെ കുറേ എന്താ പറയുക, നമുക്ക് അത്ര വലിയ ഈ സ്നേക്സുകളെ ഒന്നും കണ്ട അത്ര എക്സൈറ്റ്മെൻറ്റ് നമുക്ക് തോന്നിയില്ല. കാരണം നമ്മൾ നാട്ടിലെ സൂവിലൊക്കെ പോയി സ്നേക്സ് പല പാമ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം ഇതത്ര വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നില്ല. അങ്ങനെ ഞങ്ങളുടെ സൂ വിസിറ്റും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം വൈകുന്നേരം 5:30 കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. വീട്ടിലോട്ടല്ല, ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമിലോട്ടാണ് പോയത്.
അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. ഒരുപാട് അധികം ലെങ്തി ആയിട്ടുള്ള വീഡിയോ അല്ല, ഞാൻ ഒത്തിരി ഷോർട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തോടുകൂടി ഇന്നത്തെ ട്രിപ്പ് തീർന്നിരിക്കുകയാണ് കേട്ടോ. 2-3 ദിവസത്തെ ട്രിപ്പായിരുന്നു. രണ്ടാമത്തെ വീഡിയോ ആണിട്ട്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ എല്ലാവരും ചെന്ന് കാണുക. അപ്പം ഇനി ഒരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും ഒരുപാട് താങ്ക്സ്. ബൈ. Thank you all for watching this here video. Please like and subscribe and follow. Much love from Little Yas to each of you. Content creator.